ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട്സിനെ പറ്റിയിട്ടാണ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ദർ ഇസ് എ മെമ്മറി എലമെന്റ്. ഓക്കെ, അപ്പൊ മെമ്മറി ഉണ്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഉണ്ട് എന്നുള്ളതാണ് സീക്വൻഷ്യൽ സർക്യൂട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് മെമ്മറി എലമെന്റ് ആണ്. ഇതിന് 1 ബിറ്റ് ഇൻഫോർമേഷൻ ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, 1 ബിറ്റ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ 2 ഔട്ട്പുട്ട്സ് ആണ് ഉണ്ടാവുക. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി പറഞ്ഞ് വർക്കിംഗ് പറഞ്ഞ് അങ്ങനെയല്ല പോകുന്നത്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രീഫ് ആയിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 2 ഔട്ട്പുട്ട്സ് ആണെന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ക്യൂവും ക്യൂ ബാറും ആണ് 2 ഔട്ട്പുട്ട്സ് ആയിട്ട് വരിക. അതായത് രണ്ടും ഓൾവേസ് കോംപ്ലിമെന്ററി ഓഫ് ഈച്ച് അതർ ആയിരിക്കും 2 ഔട്ട്പുട്ടും. ഓക്കെ, അതുപോലെ തന്നെ 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണുള്ളത് എന്നുള്ളത് കൊണ്ട് ഇതിനെ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്നും വിളിക്കും. അതും കൂടെ ഓർത്ത് വെക്കാം. നമുക്ക് ഓരോ ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് നോക്കി പോവാം. മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതാണ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ട്രൂത്ത് ടേബിൾ ഉണ്ട്. ഇത് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ ആണ്. ഞാൻ ഓരോന്നും പറയാം. അപ്പൊ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? S ഉണ്ടായിരിക്കും, R ഉണ്ടായിരിക്കും. ഇത് ഏത് ഗേറ്റ് ആണ്? NAND ഗേറ്റ്സ് 2 ഇതും നാൻഡ് ഗേറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നാൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള 4 നാൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, SR ഇൻപുട്ട് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ക്ലോക്ക് പൾസും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഒരു സർക്യൂട്ട് ആണ് വരുന്നത്. അതായത് ഇതിന്റെ ഫീഡ്ബാക്ക് QN നിന്ന് എടുത്തിട്ട് നമ്മൾ എവിടേക്ക് കൊടുത്തിട്ടുണ്ട്? ഈ ഒരു നാൻഡ് ഗേറ്റിലേക്കും QN ബാറിന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഒരു നാൻഡ് ഗേറ്റിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് മെമ്മറി എലമെന്റ് ആണ്. അപ്പൊ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ, ഈ ട്രൂത്ത് ടേബിൾ പഠിച്ചു വെക്കണം. എസും ആറും 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 വരാം. 4 കേസസ് ആണ് ഉള്ളത് അല്ലെ? ആ സമയത്ത് QN+1 QN എന്നുള്ള സ്റ്റേറ്റിലാണ് നമ്മുടെ സിസ്റ്റം നിൽക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ QN അപ്ലൈ ചെയ്തിട്ട് QN+1 സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളതാണ് ഈ QN+1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റിലെ ഔട്ട്പുട്ട്. ഓക്കെ, N+1 സ്റ്റേറ്റിലെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എസും ആറും 0 ആവുന്ന കേസിൽ എന്താണോ QNന്റെ വാല്യൂ അത് തന്നെ ആയിരിക്കും എന്തിന്റെ വാല്യൂ? QN+1ന്റെ വാല്യൂ. വിച്ച് മീൻസ് ദ വാല്യൂ, ആ സ്റ്റേറ്റ് ഏതാണോ QN എന്ന് പറയുന്നത് അത് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഇവിടെ ഹോൾഡ് എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതായത് എസ് ആറും 0 ആവുന്ന കേസിൽ ആ 2 കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. QN 0 ആവുന്ന സമയത്ത് QN+1ഉം 0 ആയിരിക്കും. QN 1 ആവുന്ന സമയത്ത് QN+1ഉം 1 ആയിരിക്കും. അതാണ് ഹോൾഡ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് S0യും R1ഉം ആവുന്ന കേസാണ്. S0യും R1 ആവുന്ന കേസിൽ എപ്പോഴും 0 ആണ് എന്ത് വരിക? QN+1ന്റെ ഔട്ട്പുട്ട് വരിക. വിച്ച് ഇംപ്ലൈസ് എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതുപോലെ 1 0 ആണ് വരുന്നതെങ്കിൽ S1ഉം സെറ്റ് 1ഉം റീസെറ്റ് 0 ആണ് വരുന്നതെങ്കിൽ എന്ത് വരും? നമുക്ക് സെറ്റ് ആണ്, QN+1 = 1 ആണ് വരിക. വിച്ച് ഇംപ്ലൈസ് ദ സെറ്റ് സ്റ്റേറ്റ്. ഓക്കെ, പിന്നെ വരുന്ന 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 1ഉം 1ഉം വരുമ്പോഴതാണ്. 1ഉം 1ഉം വരുമ്പോൾ QNന്റെ വാല്യൂ എന്തും ആയിക്കോട്ടെ, ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ഇൻവാലിഡ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇൻവാലിഡ് ഇൻ കേസ് ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിപ്പോ നമ്മള് 0 1ന്റെ കേസിൽ 0 കൊടുക്കുമ്പോഴും 1 കൊടുക്കുമ്പോഴും നമുക്ക് എന്താ വരിക? സെറ്റ് എന്ന് പറയുന്നത് 0 ആണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് ഇംപ്ലൈസ് ഇത് രണ്ടും റീസെറ്റ് ചെയ്യും. 1 0 1 0ന്റെ കേസിൽ 0യും കൊടുത്താലും 1 കൊടുത്താലും എന്താ ചെയ്യുന്നത്? സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വിച്ച് ഇംപ്ലൈസ് 1 ആയിരിക്കും ഔട്ട്പുട്ട് വരിക.
രണ്ടും 1 ആവുന്ന കേസിൽ 0 കൊടുത്താലും 1 കൊടുത്താലും ഒക്കെ എന്ത് തന്നെയാണ്, ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ സർക്യൂട്ട് ഡയഗ്രാം, ട്രൂത്ത് ടേബിള്, ക്യാരക്ടറിസ്റ്റിക് ടേബിള് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് നമുക്ക് പറയാം. ഓരോ ഇൻപുട്ട് വരുമ്പോഴും QNന്റെ വാല്യൂ 0യും 1ഉം വരുന്ന കേസ് ഓരോ കേസസിലും എടുക്കുന്നതാണ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. QN+1ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, S+R'QN ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ എന്തായിരുന്നു ഇഷ്യൂ, രണ്ടും 1 ആവുന്ന കേസിൽ ഇൻവാലിഡ് സ്റ്റേറ്റ് ആണ് വന്നിരുന്നത് അല്ലെ. ആ ഇൻവാലിഡ് സ്റ്റേറ്റ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടുവന്നത്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ വരുന്ന സർക്യൂട്ട് ഡയഗ്രാം ഇതുപോലെയാണ്. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കി വെക്കുക. അതിന്റെ കേസിലത്തെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നോക്കി വെക്കണം. QN+1 = JQN bar plus K bar QN. ഓക്കെ, പിന്നെ ട്രൂത്ത് ടേബിൾ ആണ് നമുക്ക് നോക്കി വെക്കാനുള്ളത്. ട്രൂത്ത് ടേബിളിൽ അപ്പൊ നമുക്ക് നോക്കാം, നേരത്തെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ തന്നെ എന്തുണ്ടാവുള്ളൂ, ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ജെയും കെയുടെയും വാല്യൂവിനനുസരിച്ചുള്ള QN+1ന്റെ വാല്യൂ ആണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ട്രൂത്ത് ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. രണ്ടും 0 ആവുന്ന സമയത്ത്, ജെയും കെയും 0 ആവുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ QN എന്താണോ, ഏത് വാല്യൂ ആണോ QN ഉള്ളത്, അതായത് 0 ആണെങ്കിൽ 0 തന്നെ ഹോൾഡ് ചെയ്യും, 1 ആണെങ്കിൽ 1 തന്നെ ഹോൾഡ് ചെയ്യും. എങ്ങനെ, ജെയും കെയും രണ്ടും 0 ആവുന്ന കേസിൽ. ഓക്കെ, അതാണ് ഇവിടെ ഹോൾഡ് സ്റ്റേറ്റ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, 0 1 ആയിരുന്നു. 0 1 ആവുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ എന്താണ്, റീസെറ്റ് ആണ് വരുന്നത്. 1 0 ആവുന്ന സമയത്ത് സെറ്റ് ആണ് വരുന്നത്. സോ QN+1ന്റെ വാല്യൂ 1 ആണ് വരുന്നത്. ഈ മൂന്നും നമ്മുടെ നേരത്തെ കേസിലെ, അതായത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമ്മൾ എന്താണോ പഠിച്ചിരുന്നത് അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ലാസ്റ്റത്തെ കണ്ടീഷൻ, അതായത് ഇൻവാലിഡ് സ്റ്റേറ്റ് എന്നുള്ള ആ 1 കണ്ടീഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തത്. അതിന്റെ കേസിൽ നമുക്ക് ടോഗിൾ ചെയ്ത ഔട്ട്പുട്ട് ആണ് കിട്ടുക. ടോഗിൾ ചെയ്ത ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 കൊടുക്കുന്ന സമയത്ത് 1ഉം 1 കൊടുക്കുന്ന സമയത്ത് 0യും ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, അപ്പൊ ഇതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആൻഡ് ട്രൂത്ത് ടേബിൾ ആണ്. ഇനി JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നതാണ് റേസ് അറൌണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. റേസ് അറൌണ്ട് കണ്ടീഷൻ വരുന്ന കേസസ് എന്ന് പറയുന്നത് 3 സ്റ്റേറ്റിലാണ് വരിക. ഒന്ന് J = K = 1 ആവുന്ന സ്റ്റേറ്റില്, പിന്നെ ടൈം പീരീഡ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ ടൈം പീരീഡ് ഓഫ് ക്ലോക്ക് പൾസ് ആവുന്ന സമയത്ത്, അതുപോലെ തന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് ലെവൽ ട്രിഗേർഡ് ആണെങ്കിൽ. ഈ 3 കണ്ടീഷൻസിലാണ് നമുക്ക് എന്ത് വരുന്നത്, റേസ് അറൌണ്ട് കണ്ടീഷനിൽ വരുന്നത്. റേസ് അറൌണ്ട് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് Q എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 0ന്റെയും 1ന്റെയും ഇടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പൊ നമുക്ക് അറ്റ് ദ എൻഡ് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എയ്തർ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ റേസ് അറൌണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റേസ് അറൌണ്ട് കണ്ടീഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഈ TPW എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ TPD ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ സെക്കൻഡ് കണ്ടീഷന്റെ നേരെ ഓപ്പോസിറ്റ് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇങ്ങനെ റേസ് അറൌണ്ട് കണ്ടീഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ. അപ്പൊ അതാണ് റേസ് അറൌണ്ട് കണ്ടീഷനും അത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള മെത്തേഡും. അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിന്റെ കേസിൽ നമുക്ക് 2 JK ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാവും. ഒരെണ്ണം മാസ്റ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, മറ്റേതെന്ന് പറയുന്നത് സ്ലേവ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിനാണ് നമ്മൾ ക്ലോക്ക് പൾസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അതിനെ ഇൻവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്, സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ
എപ്പോഴാണോ മാസ്റ്റർ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്, സ്ലേവ് ഔട്ട്പുട്ട് പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. സ്ലേവ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന കേസിൽ മാത്രമാണ് എന്ത് ചെയ്യുക, മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ റേസ് അറൌണ്ട് കണ്ടീഷനും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട കണ്ടീഷനും എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ വരുന്ന സർക്യൂട്ട് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ഇൻപുട്ടേ ഉള്ളൂ, ഡി എന്ന് പറയുന്ന ഇൻപുട്ട് ഡയറക്റ്റ്ലി ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നു. അതിനെ നോട്ട് ചെയ്തിട്ടുള്ള ഇൻപുട്ടാണ് അടുത്ത നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നത്. പിന്നെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കി വെക്കുക. ക്ലോക്ക് പൾസ് കൊടുക്കുന്നത് രണ്ടിനും ഒരുപോലെയാണ്, രണ്ട് ഭാഗത്തും ക്ലോക്ക് പൾസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ Qn+1 എന്ന് പറയുന്നത് ഈക്വൽ ടു ഡി ആണ് ഇൻ ദിസ് കേസ്. ഓക്കെ, അതായത് ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത്. ട്രൂത്ത് ടേബിൾ വരുന്നത് നമുക്ക് നോക്കി നോക്കാം. ഡി 0 ആവുന്ന സമയത്ത് രണ്ട് കണ്ടീഷൻ ആണ് ഉണ്ടാവുക. പ്രസന്റ് സ്റ്റേറ്റ് either 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. രണ്ടാണെങ്കിലും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ബിക്കോസ് ഡി ഈസ് 0. ഡി 1 ആവുന്ന കേസിൽ എന്തായിരിക്കും, 0 ആയാലും 1 ആയാലും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. എന്താണ്, ഡി 1 ആയതുകൊണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. ഇനി വരുന്നതാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിലുള്ള സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നേരത്തെ വിപരീതമായിട്ട് ടി തന്നെയാണ് എവിടേക്ക് രണ്ട് നാൻഡ് ഗേറ്റിലേക്കും ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ടി തന്നെയാണ്. പിന്നെ ക്ലോക്ക് പൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ കേസിൽ ഡിയും ഒരെണ്ണത്തിന് ഡി ബാറും ആയിരുന്നു കൊടുത്തിരുന്നത്. ഇവിടുത്തെ കേസിൽ ടി തന്നെയാണ് രണ്ട് നാൻഡ് ഗേറ്റിന്റെയും ഇൻപുട്സ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിന്റെ കേസിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക. Qn+1 is equal to TQn bar plus T bar Qn. അതായത് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് നമ്മൾ ഇങ്ങനെ പറയാ. ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോഗിൾ ചെയ്യാന്നാണ്. ടോഗിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 ആണ് ഇൻപുട്ട് എങ്കിൽ 1 ആക്കുക, 1 ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് എന്താക്കുക, 0 ആക്കുക. അപ്പൊ Qn+1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ടി എന്ന് പറയുന്നത് 0 കൊടുക്കുന്ന സമയത്ത് Qn+1 എന്ന് പറയുന്നത് Qn തന്നെയായിരിക്കും. അതേസമയം 1 കൊടുക്കുന്ന സമയത്ത് എന്താണ്, Qn+1 എന്ന് പറയുന്നത് എന്തായിരിക്കും, Qn ബാറിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അതുപോലെ തന്നെ ട്രൂത്ത് ടേബിൾ ആണിത്. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇനി കാണിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പഠിച്ച 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇടയിലുള്ള കൺവേർഷൻ ടേബിൾ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് കൺവേർഷൻ ചെയ്യുന്നതെങ്കിൽ JK ആക്കണമെങ്കിൽ J ഈക്വൽ ടു എസും K ഈക്വൽ ടു ആറും എടുത്താൽ മതിയാവും. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, എസ് പ്ലസ് ആർ ബാർ Qn. ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കണം കേട്ടോ. ടി ഇസ് ഈക്വൽ ടു എസ് Qn ബാർ പ്ലസ് ആർ Qn. ഓക്കെ, ഇനി JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു ജെ Qn ബാർ, ആർ ഇസ് ഈക്വൽ ടു കെ Qn ആണ്. ഡി ആണ് എടുക്കുന്നതെങ്കിൽ ജെ Qn ബാർ പ്ലസ് കെ ബാർ Qn. ടി എന്ന് പറയുന്നത് ജെ Qn ബാർ പ്ലസ് കെ Qn. ഇനി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിലും ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിലും മറ്റു ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻസും ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കൺവേർഷൻ ടേബിള് പഠിച്ചു വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സീക്വൻഷ്യൽ സർക്യൂട്ടിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ 4ആയിട്ട് നെയിം ചെയ്തിട്ടുള്ളത്, 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ടിനെ അനുസരിച്ചിട്ടാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. അതായത് എന്തായിരിക്കും, ഇൻപുട്ട് സീരിയൽ ആയിട്ടാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഔട്ട്പുട്ടും സീരിയൽ ആയിട്ടാണ് എടുക്കുന്നത്. സീരിയൽ ഇൻ പാരലൽ ഔട്ട് ആണെങ്കിൽ ഇൻപുട്ട് സീരിയലും ഔട്ട്പുട്ട് പാരലലും ആയിരിക്കും. പാരലൽ ഇൻ സീരിയൽ ഔട്ടിന്റെ കേസിൽ പാരലൽ ഇൻപുട്ട് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീരിയൽ ആയിരിക്കും. അതേസമയം പാരലൽ ഇൻ പാരലൽ ഔട്ടിന്റെ കേസിൽ രണ്ടും പാരലൽ ആയിരിക്കും. ഓക്കെ,
നമ്മൾ മെയിൻ ആയിട്ട് ഈ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ബേസിക് മെമ്മറി എലമെന്റ്സ് തന്നെയായിരിക്കുമല്ലോ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നായിരിക്കും. മെയിൻ ആയിട്ട് നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ നമുക്ക് D ഫ്ലിപ്പ് ഫ്ലോപ്പും യൂസ് ചെയ്യാം. ഓക്കെ, D ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പാരലൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന്റെ കേസിലാണെന്നുള്ളത് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഈ 4 എണ്ണത്തിന്റെ കേസിലും നമ്പർ ഓഫ് ഇൻപുട്സും നമ്പർ ഓഫ് ഔട്ട്പുട്സും നമ്മൾ ടേബിൾ ആക്കുകയാണെങ്കിൽ സീരിയൽ ഇൻ സീരിയൽ ഔട്ടിന്റെ കേസിൽ n ഇൻപുട്സ് ഉണ്ടായിരിക്കും. n ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ n ഇൻപുട്സ് ഉണ്ടായിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? n-1 ആയിരിക്കും. അതുപോലെ സീരിയൽ ഇൻ പാരലൽ ഔട്ടിന്റെ കേസിൽ ഇൻപുട്ട് ഇതുപോലെ തന്നെ n ഇൻപുട്ട് ഉണ്ടായിരിക്കും, പക്ഷെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പാരലൽ ഇൻ പാരലൽ ഔട്ടും പാരലൽ ഇൻ സീരീസ് ഔട്ടിലും രണ്ടിലും ഇൻപുട്സ് എന്ന് പറയുന്നത് 1ഉം സീരിയൽ ഔട്ട് വരുന്നിടത്ത് n-1ഉം പാരലൽ ഔട്ട് വരുന്നിടത്ത് 0 ആയിരിക്കും. ഈ ഒരു ടേബിളും കൂടെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കാം. നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് കൗണ്ടേഴ്സ് ആണ്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് കഴിഞ്ഞ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൗണ്ടേഴ്സ് ആണ്. കൗണ്ടേഴ്സിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ കാസ്കേഡ് ചെയ്തിട്ടാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട് ആയിട്ടുള്ള കൗണ്ടേഴ്സ് ഫോം ചെയ്യുന്നത്. കാസ്കേഡിങ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വഴിയാണ്. കാസ്കേഡിങ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൗണ്ടേഴ്സ് ഫോം ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് കൗണ്ടേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസിൻക്രണസ് കൗണ്ടേഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സിൻക്രണസ് കൗണ്ടേഴ്സ്. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി കൗണ്ടേഴ്സിന്റെ കേസിൽ വരുന്ന വേറൊരു കാര്യം, ക്യാപിറ്റൽ N ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് സ്മോൾ n ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n ആണ്. അതായത് നമ്മളിപ്പോ എക്സാമ്പിളിന് എടുക്കുകയാണെങ്കിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര സ്റ്റേറ്റ് വരെ ഉണ്ടാവാം? ക്യാപിറ്റൽ N ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ, വിച്ച് ഇംപ്ലൈസ് n ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതില് n ഈക്വൽ ടു 2n വരെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കൗണ്ടർ എന്ന് പറയുന്നത് ബൈനറി കൗണ്ടർ ആയിരിക്കും. n ഇസ് ലെസ് ദാൻ 2n വരാണെങ്കിൽ നോൺ ബൈനറി കൗണ്ടർ ആയിരിക്കും. ഈ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അസിൻക്രണസ് സിൻക്രണസ് കൗണ്ടറിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് നോക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണ് മോഡ് n കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. മോഡ് n കൗണ്ടേഴ്സിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ 2n സ്റ്റേറ്റ്സ് കാണും അല്ലെ? അപ്പൊ n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ 2n ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആണ് കൗണ്ടറിന് ഉണ്ടാവുക. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് കൗണ്ടിങ് അപ് ടു 2n-1. 0 to 2n-1 വരെ കൗണ്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ മോഡ് n കൗണ്ടർ, n ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ 2n സ്റ്റേറ്റ്സ് ഉണ്ടാക്കുന്ന കൗണ്ടർ യൂസ് ചെയ്യുന്നത് 2n-1 വാല്യൂ വരെയുള്ള വാല്യൂ കൗണ്ട് ചെയ്യാനുള്ള കൗണ്ടർ ആയിരിക്കും. അതുപോലെ തന്നെ മോഡ് n കൗണ്ടറിന്റെ കേസിൽ അപ്ലൈഡ് ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് f ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് f ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ആയിരിക്കും എന്നും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. നമ്മള് മോഡ് m കൗണ്ടറിനെയും മോഡ് n കൗണ്ടറിനെയും തമ്മിൽ കാസ്കേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ നമ്പർ വിൽ ബി ഈക്വൽ ടു ഓവറോൾ സ്റ്റേറ്റ്സ് വിൽ ബി ഈക്വൽ ടു m ഇൻറ്റു n ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആ കൗണ്ടറിനെ നമ്മൾ വിളിക്കാം മോഡ് mn കൗണ്ടർ എന്നാണ്. ഓക്കെ,
ഇത്രയും കൺസെപ്റ്റ്സ് ആണ് മോഡ് ആൻഡ് കൗണ്ടേഴ്സിന്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കാനുള്ളത്. അതിന്റെ ഇൻപുട്ട് ഫ്രീക്വൻസി, ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്താണ് വരുന്നത്, നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്, എത്ര സ്റ്റേറ്റ്സ് ആണ് വരുന്നത്, 2n ആണെന്നുള്ളത്, എവിടം തൊട്ട് എവിടം വരെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മോഡ് എം കൗണ്ടറും മോഡ് എൻ കൗണ്ടറും തമ്മിൽ കാസ്കേഡ് ഇത് വരികയാണെങ്കിൽ ടോട്ടലി ഓവറോൾ എത്ര സ്റ്റേറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് അസിൻക്രണസും സിൻക്രണസും നോക്കാം. അസിൻക്രണസ് കൗണ്ടറിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ സീരീസ് കൗണ്ടേഴ്സ് ആണ്. അതിലെ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ബൈനറി റിപ്പിൾ കൗണ്ടർ ആണ്. ബൈനറി റിപ്പിൾ കൗണ്ടറിലാണെങ്കിൽ n ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് അവൈലബിൾ എങ്കിൽ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് അവൈലബിൾ ആയിരിക്കും, 2n പോസിബിൾ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കൗണ്ട്സ് അപ് ടു 2n-1 വരെ ആയിരിക്കും കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് എന്ന് എടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഡിവൈഡഡ് ബൈ 2n ചെയ്തതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 2n1 സ്കേലാർ ഡിവൈഡർ എന്നും വിളിക്കാറുണ്ട്. പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. വർക്കിംഗ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. നമുക്ക് വർക്കിങ്ങും കാര്യങ്ങളും അല്ലല്ലോ ചോദിക്കാം, നമുക്ക് MCQ ബേസ്ഡ് എക്സാം ആണല്ലോ. അതുകൊണ്ട് തന്നെ എത്ര n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ എത്ര പോസിബിൾ സ്റ്റേറ്റ്സ് ആണ്, ഏതുവരെയാണ് കൗണ്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് അതൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ബൈനറി റിപ്പിൾ കൗണ്ടറിന്റെ കേസിൽ ഓർത്ത് വെക്കാനുള്ള പോയിന്റ്സ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പ് അല്ലെങ്കിൽ ഡൗൺ കൗണ്ടർ ആണ്. അപ്പ് അല്ലെങ്കിൽ ഡൗൺ കൗണ്ടർ എന്ന് പറയുന്നത് കൺട്രോൾ ഇൻപുട്ടിനെ അനുസരിച്ച് ഒന്നെങ്കിൽ അപ്പ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡൗൺ ഡയറക്ഷൻ, അങ്ങനെ രണ്ട് ഡയറക്ഷൻസിലും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കൗണ്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പ് ഓർ ഡൗൺ കൗണ്ടർ എന്ന് പറയുന്നത്. ഏതൊക്കെ കേസിലാണ് അപ്പ് കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം, അതുപോലെ ഡൗൺ കൗണ്ടർ ആയിട്ടും. നമുക്ക് എഡ്ജ് ട്രിഗേർഡ് നെഗറ്റീവ് ആവുമ്പോഴും പോസിറ്റീവ് ആവുമ്പോഴും ക്ലോക്ക് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് എയ്തർ ക്ലോക്ക് കണക്ഷൻ ആണ് കേട്ടോ. ഇത് ക്ലോക്ക് കണക്ഷൻ എന്ന് പറയുന്നത് എയ്തർ ക്യൂ എന്നാവാൻ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്യൂ ബാർ എന്നാവാൻ കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ആണെങ്കിലും ക്യൂ എന്നാവാൻ കൊടുത്തിട്ടുള്ളത്, ക്യൂ ബാർ എന്നാവാൻ കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് നെഗറ്റീവും ക്യൂവും കൂടെ വരികയാണെങ്കിൽ അപ്പ് കൗണ്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ക്യൂ ബാർ ആണ് വരുന്നെങ്കിൽ ഡൗൺ കൗണ്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. പോസിറ്റീവും ക്യൂ ആണെങ്കിലാണ് ഡൗൺ കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യുക. പോസിറ്റീവും ക്യൂ ബാറും ആണെങ്കിൽ അപ്പ് കൗണ്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഈ ഒരു ടേബിളും കൂടെ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ ബൈനറി റിപ്പിൾ കൗണ്ടർ ആണ്. നോൺ ബൈനറി റിപ്പിൾ കൗണ്ടറിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെക്കേഡ് കൗണ്ടർ, അല്ലെങ്കിൽ ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുമ്പോൾ എത്ര മോഡ് ഉണ്ടായിരിക്കും, മോഡ് 10 ആയിരിക്കില്ലേ. മോഡ് 10 കൗണ്ടർ ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാന്ന് നോക്കാം. യൂസ്ഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 10 ആണ്. അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും ഇതിൽ, ബിക്കോസ് 2n എന്നുള്ളതാണ് സ്റ്റേറ്റ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് അല്ലെ. 2⁴ ആയി കഴിഞ്ഞാലേ എന്ത് വരുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 എന്നുള്ള ഫോമിൽ വരുള്ളൂ. 2³ 8 ആണ് വരുന്നത്. അപ്പൊ ഗ്രേറ്റർ ദാൻ 8 ആണ് നമുക്ക് ഇവിടെ ആവശ്യം, വിച്ച് ഈസ് 10. അതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് 4 ആണ് എടുക്കുക അല്ലെ. അപ്പൊ 2⁴ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. അതിൽ 10 സ്റ്റേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി അൺയൂസ്ഡ് ആയിട്ട് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, 16 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 6 സ്റ്റേറ്റ്സ് ആണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ക്ലിയറും പ്രീസെറ്റും നമ്മൾ ഈ കൗണ്ടറിന്റെ കേസിൽ യൂസ് ചെയ്യും. നോൺ ബൈനറി റിപ്പിൾ കൗണ്ടറിന്റെ കേസിൽ ക്ലിയർ എന്ന് പറയുന്നത് ക്ലോക്ക് ഇല്ലാതെ റീസെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പ്രീസെറ്റും യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ക്ലിയറും പ്രീസെറ്റും യൂസ് ചെയ്യുന്നുണ്ട് നോൺ ബൈനറി റിപ്പിൾ കൗണ്ടറിന്റെ കേസിൽ. ഓക്കെ, നമ്മള് ഡെക്കേഡ് കൗണ്ടർ
ഉണ്ടാക്കിയിട്ട് ആ ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത് 0 to 9 ആണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? BCD കൗണ്ടർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് സിൻക്രണസ് കൗണ്ടർ ആണ് ഓർ പാരലൽ കൗണ്ടർ ആണ്. സിൻക്രണസ് കൗണ്ടറിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ 2 കൗണ്ടറാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് റിംഗ് കൗണ്ടറും ഒന്ന് ജോൺസൺ കൗണ്ടർ ആണ്. റിംഗ് കൗണ്ടറിന്റെ കേസിൽ പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. നോൺ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, നോൺ സെൽഫ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കൗണ്ടർ ആണ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ n സ്റ്റേറ്റ്സ് പ്രസന്റ് ആയിരിക്കും. ഈ n ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ട് റിംഗ് കൗണ്ടർ യൂസ് ചെയ്ത് 2n-1 വരെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഈസി ആണ്. അതുകൊണ്ട് തന്നെ നോ എയ്ഡ് ഓഫ് എക്സ്ട്രാ സർക്യൂട്ടിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ റിംഗ് കൗണ്ടറിന്റെ കേസിൽ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് f ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? f ഡിവൈഡഡ് ബൈ n ആയിരിക്കും. where n is the number of states അല്ലെങ്കിൽ മോഡുലസ് ഓഫ് കൗണ്ടറിന് ഈക്വൽ ആണ്. ഓക്കെ, now the last one is synchronous counterൽ തന്നെ വരുന്ന twisted ring counter. It is also known as Johnson counter. Okay, സ്വിച്ച് ടെയിൽ റിംഗ് കൗണ്ടർ എന്നും പറയൂ കേട്ടോ. ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടറിന്റെ കേസിൽ n ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് 2n സ്റ്റേറ്റ്സ് ആണ് കൗണ്ടറിലുള്ളത്. ഓക്കെ, n-ന് 2n സ്റ്റേറ്റ്സ് ആണ് കൗണ്ടറിലുള്ളത്. മാക്സിമം കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് 2n-1 ഇതുവരെ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസി f ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു f ഡിവൈഡഡ് ബൈ 2n. ഓക്കെ, ഇത് കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ കൗണ്ടേഴ്സിന്റെ ഒക്കെ കേസിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വർക്കിങ്ങും കാര്യങ്ങളും നമ്മുടെ മെറ്റീരിയലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ റെഫർ ചെയ്യുക. മെയിൻ ആയിട്ട് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ കൂടുതലും വരുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് നോക്കി വെക്കാം. പ്രത്യേകിച്ചും സീക്വൻഷ്യൽ സർക്യൂട്ടിൽ നമ്മുടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിന്റെ കേസിലും വരുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി, ഔട്ട്പുട്ട് ഫ്രീക്വൻസി, എത്ര വരെ കൗണ്ട് ചെയ്യും, എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടാവും തുടങ്ങിയതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.